Dear friends, welcome back to ARC Digital Learning Platform. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തിയോഡലൈറ്റ് സർവേയിങ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നോക്കിയത്. അതിൽ ഒരുവിധമുള്ള പാർട്സ്, തിയോഡലൈറ്റിൻ്റെ പാർട്സ്, അത് വെച്ചിട്ട് നമുക്ക് എന്തെല്ലാം മെഷർമെൻറ്റ്സ് കണ്ടുപിടിക്കാം, എങ്ങനെ നമുക്ക് ആംഗിളുകൾ മെഷർ ചെയ്യാം എന്നെല്ലാമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത്. ഓക്കെ, ഇന്ന് നമുക്ക് അതിൻ്റെ ഒരു അഡ്വാൻസ് വെർഷൻ എന്നോ അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ എന്നോ ഒക്കെ പറയുന്ന ഒരു പോർഷനാണ് നോക്കാറുള്ളത്. ഓക്കെ, ശരി. നമ്മൾ എന്തായിരുന്നു സർവേയിങ് എന്ന് പറഞ്ഞാൽ, സർവേയിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ് പറഞ്ഞാൽ എന്താ? ഒബ്ജക്റ്റീവ് ഓഫ് സർവേയിങ് പ്രിപ്പയർ പ്ലാൻ അല്ലേ? പ്രിപ്പയർ പ്ലാൻ, ഇതായിരുന്നു നമ്മുടെ ഒബ്ജക്റ്റീവ്. ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? പ്ലാൻ വരച്ചതിന് ശേഷം ടു ഫൈൻഡ് ഏരിയ ഓഫ് പ്ലോട്ട്, നമ്മുടെ ലാൻഡിൻ്റെ എന്ത് ചെയ്യുന്നു? ഏരിയ കണ്ടുപിടിക്കുന്നു. ഏരിയ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ആ ചെയിൻ സർവേയിങ്ങിന് നമ്മൾ എന്താ ചെയ്തത്? നമുക്കൊരു പ്ലോട്ടുണ്ട്. ഈ പ്ലോട്ടിനെ ഞാൻ എന്ത് ചെയ്യുന്നു? നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ആയിട്ട് ഞാൻ ഡിവൈഡ് ചെയ്യുന്നു അല്ലേ? നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ആയിട്ട് ഞാൻ ഡിവൈഡ് ചെയ്യുന്നു. എന്നിട്ട് ഹെറോൺസ് തിയറം വെച്ചിട്ട് ഓരോ സ്ഥലത്തെ ഞാൻ ഏരിയ കണ്ടുപിടിക്കുന്നു അല്ലേ? A1, A2, A3, A4. ഈ ഏരിയ എല്ലാം കണ്ടുപിടിച്ചിട്ട് ഞാൻ കൂട്ടി ടോട്ടൽ എനിക്ക് എൻ്റെ പ്ലോട്ടിൻ്റെ ഏരിയ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ A is equal to A1 plus A2 plus A3 plus A4. ഇങ്ങനെ ഞാൻ ഏരിയ കണ്ടുപിടിക്കുന്നു. എൻ്റെ സർവേയിങ് കംപ്ലീറ്റ് ആയി. ഇതായിരുന്നു നമ്മൾ ചെയിൻ സർവേയിങ്ങിൽ ചെയ്ത ഒരു പ്രൊസീജിയർ. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു പ്രൊസീജിയർ നോക്കാം. എനിക്കൊരു പ്ലോട്ടുണ്ട്. എനിക്കൊരു പ്ലോട്ടുണ്ട്. ഓക്കെ, ആ പ്ലോട്ടിന് ഞാൻ പേര് കൊടുക്കുക ABCDE. ഓക്കെ ആണല്ലോ? എനിക്കൊരു പ്ലോട്ടുണ്ട്. എനിക്ക് എന്ത് ചെയ്യണം? ഈ പ്ലോട്ടിൻ്റെ പ്ലാൻ വരയ്ക്കണം. പ്ലാൻ വരച്ചിട്ട് എന്ത് ചെയ്യണം? ഏരിയ കണ്ടുപിടിക്കണം. ഏരിയ ഈസ് ഈക്വൽ ടു എത്രയെന്ന് കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ സർവേയിങ് കഴിഞ്ഞു. ഓക്കെ, ഇത് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്തു? ഇതിനെ ട്രയാങ്കിൾ ആക്കിയിട്ട് കണ്ടുപിടിച്ചല്ലേ? ഇതിനെ ട്രയാങ്കിൾ ആക്കാണ്ട് ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ നമുക്ക് പല മെത്തേഡുകളുണ്ട്. അതിലൊരു മെത്തേഡ് ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു തരാം നിങ്ങൾക്ക്. ഈ എ എന്ന് പറയുന്ന പോയിന്റിൻ്റെ, ഇതൊരു പ്ലെയിൻ അല്ലേ? സർവേയിങ് എപ്പോഴും ഡീൽ ചെയ്യുന്നത് എന്താണ്? ഹൊറിസോണ്ടൽ പ്ലെയിനിലാണല്ലേ? ഹൊറിസോണ്ടൽ പ്രൊജക്റ്റഡ് ഏരിയയാണ്. സോ ഹൊറിസോണ്ടൽ പ്ലെയിനിലാണെങ്കിൽ എന്താ ചെയ്യാം? എനിക്ക് ഓരോ പോയിന്റിനും, എൻ്റെ ഓരോ സ്റ്റേഷനും ഓരോ കോർഡിനേറ്റ് കൊടുക്കാം അല്ലേ? x1 y1, x2 y2, x3 y3, x4 y4, x5 y5. എന്താണ് കോർഡിനേറ്റ് എന്നെല്ലാം അറിയാമല്ലോ നമുക്ക്. എവിടെയോ ഒരു റെഫറൻസ് ആക്സിസ് ഉണ്ട്. ആ റെഫറൻസ് ആക്സിസിൻ്റെ ഒറിജിനെ ഞാൻ 0, 0 എന്ന് വിളിക്കുന്നു. അവിടെ നിന്നും ഓരോ പോയിന്റിലേക്കും എക്സ് ആക്സിസിൽ കൂടി എത്ര ദൂരം സഞ്ചരിക്കണം അതിനെ ഞാൻ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നു. വൈ ആക്സിസിൽ കൂടി ഞാൻ എത്ര ദൂരം സഞ്ചരിക്കുന്നു അതിനെ ഞാൻ എൻ്റെ വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നു. ഉദാഹരണത്തിന് എയിലെത്താൻ ഞാൻ എക്സ് ആക്സിസിൽ കൂടി എത്ര സഞ്ചരിക്കണം? x1 ദൂരം ഇവിടെ നിന്ന് ഇങ്ങോട്ട് സഞ്ചരിക്കണം. ഇവിടെ നിന്ന് ഞാൻ എന്ത് ചെയ്യണം? y1 ദൂരം ഇവിടെ നിന്ന് മുകളിലേക്ക് സഞ്ചരിക്കണം. എന്നാൽ മാത്രമേ എനിക്ക് എവിടെ എത്താൻ പറ്റത്തുള്ളൂ? എയിലെത്താൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഓരോ പോയിന്റിലും എത്താൻ ഞാൻ എക്സ് ആക്സിസിൽ കൂടി സഞ്ചരിക്കാനുള്ള ദൂരം ആദ്യവും വൈ ആക്സിസിൽ കൂടി സഞ്ചരിക്കാനുള്ള ദൂരം ഞാൻ രണ്ടാമതും എഴുതുന്നു. ഇതിനെയാണ് ഞാൻ എന്ത് പറയുന്നത്? കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ശരി. ഇങ്ങനെ ഞാൻ എൻ്റെ കോർഡിനേറ്റ്സ് ഞാൻ അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ കോർഡിനേറ്റ്സ് ഞാൻ അസൈൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എനിക്ക് ഏരിയ കണ്ടുപിടിക്കാൻ ഞാൻ ഇതിനെ ട്രയാങ്കിൾ ആക്കേണ്ട ആവശ്യമില്ല. എനിക്ക് ഡയറക്റ്റ് ഒരു ഫോർമുലയുണ്ട്. എന്താണെന്ന് വെച്ചാൽ 1/2 ഇൻറ്റു, നമുക്ക് ഇതിൻ്റെ മൊത്തത്തിലുള്ള ഒരു ഇക്വേഷനായിട്ട് അങ്ങ് എഴുതാം. ഓക്കെ, ഇഫ് coordinates of stations are ഏതൊക്കെ? x1 y1, x2 y2 തുടങ്ങി നമുക്ക് xn yn ഉണ്ടെങ്കിൽ, അങ്ങനെ എനിക്ക് എത്ര വരെയുള്ളൂ? 5 വരെയുള്ളൂ. 5 അല്ല, നമുക്ക് എത്ര വേണമെങ്കിലും ആവാം. xn yn വരെ ഉണ്ടെങ്കിൽ എനിക്ക് ഏരിയ കണ്ടുപിടിക്കാനായിട്ട് ഫോർമുല ഉണ്ട്. ഏരിയ A is equal to എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റിയത്? നമുക്ക് ഏതൊക്കെയുണ്ട്? 1, 2 താഴേക്ക് എഴുതാം. നമുക്ക് 1, 2, 3,
തുടങ്ങി എത്ര വരെ ഉണ്ട്, n വരെയാണ് നമ്മൾ കോർഡിനേറ്റ് എടുത്തിരിക്കുന്നത് അല്ലേ. ഇവിടെ n ആണെങ്കിൽ അതിൻ്റെ തൊട്ട് പുറകിൽ എന്തായിരിക്കും, നമുക്കിവിടെ ലാസ്റ്റ് n ഉണ്ട്, അതിൻ്റെ തൊട്ട് പുറകിൽ എന്തായിരിക്കും, n-1 ആയിരിക്കും, n-2 ആയിരിക്കും. ഇങ്ങനെയാണ് നമുക്ക് പോകുന്നത് അല്ലേ. 1 തുടങ്ങി 1 2 3 തുടങ്ങി എനിക്ക് ഏത് വരെ ഉണ്ട്, n വരെ ഉണ്ട്. ഇപ്പോൾ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എങ്ങനെ എഴുതാം, ഏരിയ A ഈസ് ഈക്വൽ ടു 1ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക, y1 കഴിഞ്ഞാൽ അടുത്ത് എന്താ y2 കഴിഞ്ഞാൽ എന്താ y3, ഏറ്റവും അവസാനം ഇങ്ങനെ പോയി എവിടെ വരും, നമ്മുടെ yn വരും അല്ലേ, yn വരും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇനി എന്താണ്, എക്സിൻ്റെ ടേമുകളാണുള്ളത്. നോക്കിയാൽ നമ്മളിവിടെ എന്തിലാണ് തുടങ്ങിയത്, 1ലാണ് ഇപ്പോൾ തുടങ്ങിയത്. ഇനി എവിടെ തുടങ്ങണം, 2ൽ നിന്ന് തുടങ്ങണം. ഓക്കെ, എവിടെ തുടങ്ങണം, 2ൽ നിന്ന് തുടങ്ങണം. x2, x3, x4. ഓക്കെ, ഇങ്ങനെ വന്ന് ഏറ്റവും അവസാനം എവിടെ വരും, നമ്മൾ 2ലല്ലേ തുടങ്ങിയത്. സോ ഏറ്റവും അവസാനം എന്തിൽ വരണം, 1ൽ വരണം. ഓക്കെ ആണല്ലോ, ശരി. ഇനി എന്ത് ചെയ്യുക, ഇതിൻ്റെ ഇപ്പോൾ 2ലല്ലേ തുടങ്ങി, ഇനി നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ ബേക്കിലുള്ളതിൽ നിന്ന് തുടങ്ങുക. ഓക്കെ, രണ്ട് വശം ബേക്കിൽ നിന്ന് തുടങ്ങുക. സോ എന്താ, -xn മൈനസ് x3 ആകുമ്പോഴോ x1. ഓക്കെ, അടുത്തത് -x4 ആകുമ്പോഴോ x2. xn കഴിഞ്ഞു, 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു. ഏറ്റവും അവസാനം എന്ത് വരും, നമ്മൾ എവിടെയാണ് തുടങ്ങിയത്, xnലല്ലേ തുടങ്ങിയത്. സോ അതിൻ്റെ ബാക്കിലുള്ള ആൾ xn-1. ഇത്രയാണ് വരിക. ഓക്കെ, ഇതിനെല്ലാം കൂടെ എന്ത് ചെയ്യുക, ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നിങ്ങളിത് പഠിക്കാൻ നിൽക്കണ്ട. കാരണം എന്താ, നമുക്ക് ഏരിയ കാൽക്കുലേഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ ഇത് നല്ല വൃത്തിയായിട്ട് ഇതിൻ്റെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് വെർഷനൊക്കെ പഠിക്കാനുണ്ട്. ഓക്കെ, സോ തൽക്കാലം നിങ്ങൾ ഇത്രയും മാത്രം അറിഞ്ഞിരുന്നാൽ മതി. നമ്മുടെ ഒരു ട്രാവേഴ്സിൻ്റെ ഒരു പ്ലോട്ടിൻ്റെ കോർഡിനേറ്റ്സ് അറിയാമെങ്കിൽ, ഒരു പ്ലോട്ടിൻ്റെ കോർഡിനേറ്റ്സ് അറിയാമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ ട്രയാങ്കിൾ ആക്കാണ്ട് തന്നെ അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് മാത്രം നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. നോക്കിയേ, അപ്പം ഞാൻ എന്താ ചെയ്യാനുള്ളത്, നോക്കിയേ, എനിക്ക് എന്തുണ്ടായിരുന്നു, എനിക്കൊരു പ്ലോട്ട് ഉണ്ടായിരുന്നു. ഓക്കെ, ഈ പ്ലോട്ടിനെ ഞാൻ എന്ത് ചെയ്യണം, ഇതിൻ്റെ കോർഡിനേറ്റുകൾ കണ്ടുപിടിക്കണം അല്ലേ. കോർഡിനേറ്റുകൾ കണ്ടുപിടിക്കണം. x1 y1, x2 y2, x3 y3, x4 y4. ഈ കോർഡിനേറ്റുകൾ കണ്ടുപിടിച്ചാൽ ഞാൻ ഇനി എന്ത് ചെയ്യേണ്ട, ഇതിനെ ട്രയാങ്കിൾ ഒന്നും ആക്കാൻ നിൽക്കാണ്ട് തന്നെ എനിക്ക് എന്ത് കണ്ടുപിടിക്കാം, ഏരിയ കണ്ടുപിടിക്കാൻ പറ്റും. നോക്കിയേ, സപ്പോസ് ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ ഈ ഒരു എ എന്ന് പറയുന്ന പോയിന്റിലാണ് ഞാൻ എൻ്റെ സർവേയിങ് തുടങ്ങാനുള്ള. ആ എ പോയിന്റ് ഞാൻ 0 0 എന്ന് പറയുന്ന കോർഡിനേറ്റ് ആയിട്ട് ഞാനങ്ങ് വിചാരിക്കുന്നു. ഓക്കെ, അതായത് ഞാൻ എൻ്റെ റെഫറൻസ് ഇങ്ങനെയാണ്, റെഫറൻസ് ആക്സിസ് ഇവിടെയാണെന്ന് ഞാനങ്ങ് അസ്യൂം ചെയ്യുന്നു. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ എനിക്ക് ബാക്കി കോർഡിനേറ്റുകൾ കണ്ടുപിടിക്കാൻ പറ്റുമോ, ഇതാണ് ചോദ്യം. എന്ത് ചെയ്താൽ മതി, ഇതൊരു ലൈനാണല്ലേ, ഇതൊരു ലൈനാണ്. സപ്പോസ് AB എന്ന് പറയുന്ന ലൈൻ ഞാൻ കൺസിഡർ ചെയ്യുക, AB എന്ന് പറയുന്ന ലൈൻ ഞാൻ കൺസിഡർ ചെയ്യണത് ഈ ലൈൻ. എനിക്ക് എന്ത് ചെയ്യണം, ഈ എക്സ് വൈ എന്ന് പറയുന്ന രണ്ട് കോർഡിനേറ്റുകൾ കണ്ടുപിടിക്കണം. അതിനെന്ത് ചെയ്താൽ മതി, ഈ ലെങ്ത് എനിക്കറിയാമെങ്കിൽ, ഈ ലെങ്ത് എനിക്കറിയാമെങ്കിൽ, അതുപോലെ തന്നെ എ ബിയുടെ ഏതെങ്കിലും ഒരു ആംഗിൾ എനിക്കറിയാമെങ്കിൽ, ഉദാഹരണത്തിന് ഞാനിപ്പോൾ എനിക്ക് എ ബിയുടെ ഈ ആംഗിൾ എനിക്കറിയാമെന്ന് വെച്ചോ, ഈ ആംഗിൾ തീറ്റയാണെന്ന് എനിക്കറിയാമെന്ന് വെച്ചോ. ഓക്കെ, ഈ ലെങ്തും എനിക്കറിയാം, എ ബിയുടെ ലെങ്തും എനിക്കറിയാം, എ ബിയുടെ ആംഗിളും എനിക്കറിയാമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ രണ്ട് ആക്സിസിന് പാരലായിട്ട് എനിക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. നമ്മുടെ ത്രികോണം നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ടല്ലേ, നമുക്കിങ്ങനെ ഒരു ട്രയാങ്കിൾ ഉണ്ട്, അത് എല്ലാണ്. അതുപോലെ അതിന് ഞാൻ രണ്ടാക്കുന്നു, അതിനെ ഞാൻ ഹൊറിസോണ്ടലും വെർട്ടിക്കലുമായിട്ട് റിസോൾവ് ചെയ്യുന്നു. ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ, എല്ലും തീറ്റയാണെങ്കിൽ ഈ സൈഡ് എന്ത് വരും, ഇവിടെ തീറ്റയുടെ അടുത്ത് കിടന്നാൽ ഇതെന്ത് വരും, എൽ കോസ് തീറ്റ വരും അല്ലേ, ഇത് 90 ഡിഗ്രി. ഓക്കെ, ഓപ്പോസിറ്റ് കിടക്കുമ്പോൾ എന്ത് വരും, എൽ സൈൻ തീറ്റ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ അതുപോലെ എനിക്ക് എ ബി എന്ന് പറയുന്ന ലൈനിൻ്റെ ലെങ്തും അതുപോലെ തന്നെ അതിൻ്റെ ഒരു ആംഗിളും അറിയാമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ഇതിനെ കോർഡിനേറ്റ്സ് ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ആക്സിസിന് പാരലായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, റിസോൾവ് ചെയ്യാൻ പറ്റും. ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കും, തീറ്റ ആയിരിക്കും അല്ലേ. സോ തീറ്റയ്ക്ക് അടുത്ത് കിടക്കുന്ന ഈ ഒരു വശം, ഈ ഒരു സൈഡ് എന്തായിരിക്കും, എൽ കോസ് തീറ്റ ആയിരിക്കും. സോ ഈ ഒരു വശം എന്തായിരിക്കും,
എൽ സൈൻ തീറ്റ ആയിരിക്കും. ഓക്കെ, അതുപോലെ എനിക്ക് ഓരോ ആംഗിളിൻ്റെയും ലെങ്തും അതിൻ്റെ ഏതെങ്കിലും ഒരു ആംഗിളും എനിക്ക് അറിയാമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ കോർഡിനേറ്റുകൾ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, കോർഡിനേറ്റുകൾ കണ്ടുപിടിക്കാൻ പറ്റും. ഇതിനെ 0 0 ആയിട്ട് എടുക്കുകയാണെങ്കിൽ എനിക്ക് ഈ 0-നോടൊപ്പം എൽ സൈൻ തീറ്റ കൂട്ടുകയാണെങ്കിൽ ഇത് കിട്ടും. അതുപോലെ ഈ 0-യോടൊപ്പം എൽ കോസ് തീറ്റ കൂട്ടുകയാണെങ്കിൽ എനിക്ക് എന്ത് കിട്ടും, ഈ y2 എന്ന് പറയുന്ന കോർഡിനേറ്റ് കിട്ടും. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ, ഒരു സർവേ പ്ലോട്ട് ഉണ്ട്. ആ സർവേ പ്ലോട്ടിൽ ആ സർവേ ലൈനിൻ്റെ ലെങ്തും അതുപോലെ തന്നെ അതിൻ്റെ ആംഗിളും അറിയാമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏരിയ കണ്ടുപിടിക്കാൻ പറ്റും. എൻ്റെ സർവേയിങ് നടത്താൻ പറ്റും. ഏരിയ കണ്ടുപിടിക്കാൻ മീൻസ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, സർവേയിങ് നടത്താൻ പറ്റും. സോ ആ ടൈപ്പ് സർവേയിങ്ങിനെ പറയുന്ന പേരാണെന്ത്, ട്രാവേഴ്സ് സർവേയിങ്. ഓക്കെ, ആ ടൈപ്പ് സർവേയിങ്ങിനെ പറയുന്ന പേരാണെന്ത്, ട്രാവേഴ്സ് സർവേയിങ്. അതാണ് നമുക്ക് ഇനി പഠിക്കാനുള്ള പുതിയ ചാപ്റ്റർ. എന്താണ്, ട്രാവേഴ്സ് സർവേയിങ്. ഓക്കെ, ട്രാവേഴ്സ് സർവേയിങ് അതാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്. ഓക്കെ, അപ്പോൾ എന്താണ് ട്രാവേഴ്സ് സർവേയിങ് എന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഡിഫൈൻ ചെയ്യാം. ഓക്കെ, ട്രാവേഴ്സ് സർവേയിങ്. ഓക്കെ, ട്രാവേഴ്സ് സർവേയിങ് എന്താ, ട്രാവേഴ്സ് സർവേയിങ്ങിൻ്റെ ഡെഫിനേഷൻ പലതവണ ചോദിച്ചിട്ടുണ്ട്. എ നമ്പർ ഓഫ് കണക്റ്റഡ് സർവേ ലൈൻസ് ഫോംസ് എ ഫ്രെയിംവർക്ക്. ആൻഡ് ലെങ്ത് ആൻഡ് ഡയറക്ഷൻ ഓഫ് ഈച്ച് സർവേ ലൈൻ ഈസ് മെഷേർഡ്. ഇതിനെ പറയുന്ന പേരാണ് എന്ത്, ട്രാവേഴ്സ് സർവേയിങ്. ഓക്കെ, ട്രാവേഴ്സ് സർവേയിങ് എന്ന് പറഞ്ഞാൽ എന്താ, എ നമ്പർ ഓഫ് കണക്റ്റഡ് സർവേ ലൈൻസ്. നമ്പർ ഓഫ് കണക്റ്റഡ്, ഒന്ന് മറ്റൊന്നുമായി കണക്ട് ചെയ്തിരിക്കുന്നു. എ നമ്പർ ഓഫ് കണക്റ്റഡ് സർവേ ലൈൻസ് ഫോംസ് എ ഫ്രെയിംവർക്ക്. ഓക്കെ, അത് ഇങ്ങനെ ക്ലോസ്ഡ് ആവാം, ക്ലോസ്ഡ് അല്ലാതെ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് പോകുന്ന ഫ്രെയിംവർക്ക് വേണമെങ്കിലും ആവാം. എ നമ്പർ ഓഫ് കണക്റ്റഡ് സർവേ ലൈൻസ് ഫോംസ് എ ഒരു ഫോം വർക്ക് ക്രിയേറ്റ് ചെയ്യുന്നു. പിന്നെ എന്താ ചെയ്യുന്നു, ദ ലെങ്ത് ആൻഡ് ഡയറക്ഷൻ ഓഫ് ഈച്ച് സർവേ ലൈൻ. ഇതിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കുന്നു, അതിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കുന്നു. അങ്ങനെ ഓരോ സർവേ ലൈനിൻ്റെയും ലെങ്ത് ആൻഡ് ഡയറക്ഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നു. ഈ ഒരു ടൈപ്പ് സർവേയിങ്ങിനെ പറയുന്ന പേരാണെന്ത്, ട്രാവേഴ്സ് സർവേയിങ്. ചെയിൻ സർവേയിങ്ങിന് നമ്മൾ എന്ത് മാത്രമേ ചെയ്തിട്ടുള്ളൂ, നമ്മൾ ഇതിൻ്റെ ലെങ്തുകൾ മാത്രമേ അളന്നെടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതാണ് എന്ത്, ട്രാവേഴ്സ് സർവേയിങ് എന്ന് പറയുന്നത്. ഓക്കെ, നോക്കിയേ, നമുക്ക് എന്തെല്ലാമാണ് കണ്ടുപിടിക്കാനുള്ള. ഫസ്റ്റ് വൺ ലെങ്ത്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എന്താ, ഓരോ സർവേ ലൈനിൻ്റെയും ഡയറക്ഷൻ. ഈ ഡയറക്ഷൻ നമ്മൾ നേരത്തെ ഡീൽ ചെയ്തല്ലേ, ഈ ഡയറക്ഷനാണ്. ഈ ലെങ്ത് എന്ന് പറയുന്നത് എവിടെ, നമ്മൾ ചെയിൻ സർവേയിങ് ആൻഡ് ലീനിയർ മെഷർമെൻറ്റ്സിൽ നമ്മൾ എന്ത് ചെയ്തു, ലെങ്തിനെ കുറിച്ച് ഒരുപാട് സംസാരിച്ചു അല്ലേ. പിന്നെ ഡയറക്ഷനിലാണ് നമ്മൾ ആരെയൊക്കെ പഠിച്ചത്, കോമ്പസിനെയും തിയോഡലൈറ്റിനെയും പഠിച്ചതല്ലേ. അതാണ് നമ്മൾ എന്ത് ചെയ്തത്, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. സോ ഈ ഡയറക്ഷൻ ഏതൊക്കെ രീതിയിലുണ്ട്, നമ്മൾ ആദ്യം ഈ ഡയറക്ഷനെ കുറിച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ബിയറിംഗ്. എനിക്ക് എന്ത് ചെയ്യാം, എൻ്റെ സർവേ ലൈനുകളുടെ എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, ബിയറിങ് കണ്ടുപിടിക്കാൻ പറ്റും. സോ ബിയറിംഗ്. രണ്ടാമത്തെ എന്താണ്, ആംഗിൾ. ഓക്കെ, രണ്ടാമത്തെ എന്താണ്, ആംഗിൾ. അല്ലെങ്കിൽ എനിക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, ആംഗിൾ കണ്ടുപിടിക്കാൻ പറ്റും. ലെങ്ത് ഇത് അളന്നെടുത്തേ പറ്റത്തുള്ളൂ, ഈ ലെങ്ത് അളന്നെടുത്തേ പറ്റത്തുള്ളൂ. അതുപോലെ ഡയറക്ഷനായിട്ട് ഒന്നുകിൽ എനിക്ക് എന്ത് കണ്ടുപിടിക്കാം, ബിയറിംഗ് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ എന്ത് കണ്ടുപിടിക്കാം, ആംഗിൾ കണ്ടുപിടിക്കാം. ഈ രണ്ട് രീതിയിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രാവേഴ്സിങ് നടത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മുടെ എയിമെന്ന് മനസ്സിലാക്കുക. ട്രാവേഴ്സിങ്ങിൽ ഞാൻ എന്ത് ചെയ്യണം, എല്ലാ സർവേ ലൈനിൻ്റെയും ലെങ്തും ഡയറക്ഷനും കണ്ടുപിടിക്കുക. ഡയറക്ഷൻ ഒന്നുകിൽ ബിയറിംഗ് ആവും, അല്ലെങ്കിൽ ആംഗിൾ ആവും. ഓക്കെ, ഇതെങ്ങനെയെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും, അതാണ് നമ്മുടെ എന്ത്, ടൈപ്സ് ഓഫ് ട്രാവേഴ്സിങ്. ഓക്കെ, ഫസ്റ്റ് വൺ.
ഓക്കെ, നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള മെഷർമെൻറ്റ്സ്, ഇതുവരെ പഠിച്ചിട്ടുള്ള സർവേയിങ് എല്ലാം എഴുതുക. ഫസ്റ്റ് വൺ ഈസ് ചെയിൻ. നമ്മൾ പഠിച്ചെന്താണ്? ചെയിൻ ട്രാവേഴ്സിങ്. ചെയിൻ ട്രാവേഴ്സിങ്. രണ്ടാമത് നമ്മൾ പഠിച്ചെന്താ? കോമ്പസ് അല്ലേ? കോമ്പസ് ട്രാവേഴ്സിങ്. മൂന്നാമത് നമ്മൾ പഠിച്ചെന്താ? തിയോഡോലൈറ്റ് അല്ലേ? തിയോഡോലൈറ്റ് ട്രാവേഴ്സിങ്. നാലാമത് നമുക്ക് ഒരെണ്ണം കൂടി പഠിക്കാനുണ്ട്, അതിൻ്റെ പേര് പ്ലെയിൻ ടേബിൾ എന്നാണ്. നമ്മൾ പിന്നെ പഠിക്കും. ഓക്കെ, പ്ലെയിൻ ടേബിൾ ട്രാവേഴ്സിങ്. ഇത്രയാണ്. ഇത് നമ്മൾ പഠിച്ചതുകൊണ്ട് നമുക്കിനി കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഫസ്റ്റ് ചാപ്റ്റർ എന്തായിരുന്നു? ചെയിൻ ആയിരുന്നു. സെക്കൻഡ് ചാപ്റ്റർ എന്തായിരുന്നു? കോമ്പസ് ആയിരുന്നു. തേർഡ് ചാപ്റ്റർ എന്തായിരുന്നു? തിയോഡോലൈറ്റ് ആയിരുന്നു. പ്ലെയിൻ ടേബിൾ കൂടെ പഠിക്കേണ്ട. ഓക്കെ, ഇനി എന്താ നമുക്കിത് ഓരോന്നായിട്ട് നോക്കാം. ഓരോന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ഡീൽ ചെയ്യാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ചെയിൻ ട്രാവേഴ്സിങ്. ചെയിൻ ട്രാവേഴ്സിങ്. എന്താണ് നമ്മുടെ ലക്ഷ്യം? നമ്മുടെ ലക്ഷ്യം എല്ലാത്തിലും ഒന്ന് തന്നെയാണ്. ഫസ്റ്റ് വൺ എന്താ? ലെങ്ത് കണ്ടുപിടിക്കുക അല്ലേ? നമ്മുടെ സർവേ ലൈനിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കുക. സെക്കൻഡ് എന്താണ്? ഡയറക്ഷൻ കണ്ടുപിടിക്കുക. ഓക്കെ, അതാണ് നമ്മുടെ ട്രാവേഴ്സിങ്ങിൻ്റെ എയിം എന്ന് പറഞ്ഞാൽ. ഓക്കെ, അറിയാമല്ലോ എന്താ ലെങ്ത് എന്നൊക്കെ. ഇത് ലെങ്ത് കണ്ടുപിടിക്കുക, ഡയറക്ഷൻ കണ്ടുപിടിക്കുക. ഡയറക്ഷൻ ഒന്നുകിൽ എന്തായിരിക്കും? ബിയറിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും? ആംഗിൾ ആയിരിക്കും. ഇതിൽ രണ്ടിലേതോ ഒന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ശരി, ഇനി ചെയിൻ വെച്ചിട്ട് നമുക്ക് ലെങ്ത് കണ്ടുപിടിക്കാൻ നല്ല വൃത്തിയായിട്ട് അറിയാം അല്ലേ? ചെയിൻ വെച്ചിട്ട് ഇനി എങ്ങനെ ഡയറക്ഷൻ കണ്ടുപിടിക്കുക എന്ന് മാത്രം പഠിച്ചാൽ മതി. ഇതാ നോക്കിയേ, എനിക്ക് ഒരു ട്രാവേഴ്സ് ഉണ്ട്. ഓക്കെ, ട്രാവേഴ്സ് ഉണ്ട്. ട്രാവേഴ്സിൻ്റെ പേരെന്താ? എ ഉണ്ട്, ബി, സി, ഡി എന്ന് പറഞ്ഞത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ട്രാവേഴ്സാണ്. ആദ്യം ഞാൻ എന്ത് ചെയ്യണം? എ ബി എന്ന് പറയുന്ന ലെങ്ത് കണ്ടുപിടിക്കണം. എങ്ങനെയാണ് നമുക്കറിയാമല്ലേ? ചെയിൻ ഇവിടെ കൊണ്ടുവച്ചിട്ട് അങ്ങോട്ട് വെച്ച് ലെങ്ത് കണ്ടുപിടിക്കുക. ഇനി നെക്സ്റ്റ് എന്താണ്? എ ബി ബി സി, ഈ രണ്ട് ലൈനുകൾക്കിടയിലുള്ള ഡയറക്ഷൻ കണ്ടുപിടിക്കണം. അതെങ്ങനെ ചെയിൻ മാത്രം വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും? കോമ്പസ് യൂസ് ചെയ്യാമോ? കോമ്പസ് യൂസ് ചെയ്തുകൂടാ. തിയോഡോലൈറ്റ് ചെയ്യാമോ? ചെയ്തുകൂടാ. കാരണം എന്താ? ചെയിൻ ട്രാവേഴ്സിങ് ആണ്. ചെയിൻ മാത്രം വെച്ചുകൊണ്ട് എ ബിയും ബി സിയും തമ്മിലുള്ള ഡയറക്ഷൻ എനിക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? അതിനത് ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഈ എ ബി ലൈനിനെ ഞാൻ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യണം. എ ബി ലൈനിനെ ഞാൻ ഇങ്ങനെ എന്ത് ചെയ്തു? എക്സ്റ്റെൻഡ് ചെയ്തു. ഒരേ ലൈനിൽ ഞാൻ എന്ത് ചെയ്തു? എക്സ്റ്റെൻഡ് ചെയ്തു. എന്നിട്ട് ഞാൻ പറയുന്നു, ഈ എ ബി ലൈനിൽ ബിയിൽ നിന്നും ഒരു 2 മീറ്റർ മുന്നിലേക്ക് പോവുക. 2 മീറ്റർ മുന്നിലേക്ക് പോവുക. ഓക്കെ, അവിടെ നിന്ന് ഞാൻ എന്ത് ചെയ്യുക? ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. എ ബിക്ക് ഒരു പെർപെൻഡിക്കുലർ എടുക്കുക. ചെയിൻ വെച്ചിട്ട് എനിക്ക് പെർപെൻഡിക്കുലർ എടുക്കാൻ പറ്റും. എങ്ങനെ എടുക്കാൻ പറ്റും? എനിക്ക് പെർപെൻഡിക്കുലർ സെറ്റ് ഔട്ട് ചെയ്യാനായിട്ട് ക്രോസ് സ്റ്റാഫ് എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻ്റ് ഉണ്ട് അല്ലേ? സോ ഞാൻ എന്ത് ചെയ്യുന്നു? ഈ 2 മീറ്റർ മാറിയിട്ട് പി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഞാൻ എന്ത് ചെയ്യുന്നു? കൺസിഡർ ചെയ്യുന്നു. ആ പിയിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു പെർപെൻഡിക്കുലർ സെറ്റ് ഔട്ട് ചെയ്യുന്നു. ഓക്കെ, ഒരു പെർപെൻഡിക്കുലർ ഞാനിങ്ങനെ എന്ത് ചെയ്യുന്നു? സെറ്റ് ഔട്ട് ചെയ്തെടുക്കുന്നു. എന്നിട്ട് ഞാൻ പറയുന്നു, ആ പെർപെൻഡിക്കുലർ കൂടി ഒരു 4 മീറ്റർ പോകുമ്പോൾ, 4 മീറ്റർ, ഞാനൊരു എക്സാമ്പിൾ പറയുന്നതാണ്. ആ പെർപെൻഡിക്കുലർ കൂടി 4 മീറ്റർ പോകുമ്പോൾ എന്ത് ചെയ്യുക? ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിൽ കൂടിയാണ് എന്ത്? ബി സി എന്ന് പറയുന്ന ലൈൻ കടന്നു പോകുന്നത്. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്താൽ മതി? ആ പെർപെൻഡിക്കുലറിൽ 4 മീറ്റർ മാറിയിട്ട് എന്ത് ചെയ്താൽ മതി? ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. സോ എനിക്ക് എന്ത് പോയിന്റ് കിട്ടി? 2 പോയിന്റ് കിട്ടി അല്ലേ? ബിയും കിട്ടി, ക്യൂ എന്ന് പറയുന്ന ഒരു പോയിന്റും കിട്ടി. ബി എന്ന് പറയുന്ന പോയിന്റ്, ക്യൂ എന്ന് പറയുന്ന പോയിന്റ് കിട്ടി. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ ചേർത്ത് വെച്ചുകൊണ്ട് ഒരു സർവേ ലൈൻ വരച്ചൂടെ? ഓക്കെ, ഇതാ ഒന്നുകൂടെ പറയാം. നോക്കിയേ, എനിക്ക് എന്താ ഉള്ളത്? എനിക്ക് എ ബി എന്ന് പറയുന്ന ഒരു ലൈൻ മാത്രമാണ് ഉള്ളത്. ഓക്കെ, ഈ ബി ആണ് സർവേ സ്റ്റേഷൻ എന്ന് എനിക്കറിയാം. ഇവിടെ നിന്ന് എനിക്ക് എന്ത് ചെയ്യണം? ബി സി ലൈൻ വരയ്ക്കണം. അത് ഇങ്ങോട്ട് വരയ്ക്കോ, ഇവിടേക്ക് വരയ്ക്കോ എന്ന് എനിക്കറിയില്ല. അതിനെന്ത് വേണം? എനിക്ക് ബി സിൻ്റെ ഡയറക്ഷൻ വേണം. ബി സിൻ്റെ ഡയറക്ഷൻ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഇവിടെ നിന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? എൻ്റെ എ ബിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഞാൻ പറയുന്നു, ആ ലൈനിലൊരു 2 മീറ്റർ അല്ലെങ്കിൽ ഒരു 3 മീറ്റർ നിങ്ങൾ അങ്ങോട്ട് പോകൂ. എന്നിട്ട് അവിടെ ഒരു പോയിന്റ് ഫിക്സ് ചെയ്യൂ, പി. ഓക്കെ, എന്നിട്ട് ഞാൻ പറയുന്നു എന്ത് ചെയ്യുക? പിയിൽ നിന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു പെർപെൻഡിക്കുലർ ഇങ്ങനെ ഡ്രോപ്പ് ചെയ്യുക. പിയിൽ നിന്നൊരു പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം? ആ പെർപെൻഡിക്കുലർ കൂടി നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു 5 മീറ്റർ നടക്കുക. 5 മീറ്റർ പെർപെൻഡിക്കുലർ കൂടി നടക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഒരു പോയിന്റ് കിട്ടും അല്ലേ? ഒരു പോയിന്റ് കിട്ടും, ക്യൂ. ഈ പോയിന്റിൽ കൂടിയാണ് എൻ്റെ ബി സി എന്ന് പറയുന്ന ലൈൻ കടന്നു പോകുന്നത്. സോ എനിക്ക് ഇവിടെ ഒരു പോയിന്റ് കിട്ടി, ബി എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട്. 2 പോയിന്റ് ഉണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലൈൻ വരയ്ക്കാൻ പറ്റുമല്ലേ? സോ ഞാൻ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ ഒരു ലൈൻ വരച്ചു. സോ ഡയറക്ഷൻ കിട്ടിക്കഴിഞ്ഞു. ബി സി എന്ന് പറയുന്ന ലൈനിൻ്റെ ഡയറക്ഷൻ കിട്ടി. ഈ ലെങ്ത് എങ്ങനെയാണ്? നമുക്ക് ചെയിൻ വെച്ച് അളന്നെടുക്കാൻ പറ്റും. ബി സിയുടെ ലെങ്ത് നമുക്ക് എടുക്കുന്നതിൽ പ്രശ്നമില്ല. സോ ഡയറക്ഷൻ ഞാൻ എന്ത് ചെയ്തു? ഇങ്ങനെ ചെയിൻ യൂസ് ചെയ്തുകൊണ്ട്
ഡയറക്ഷൻ ഞാൻ പറഞ്ഞു. ഓക്കെ, ഇങ്ങനെ ചെയിൻ മാത്രമേ ഇവിടെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇവിടെ കോമ്പസ് യൂസ് ചെയ്തിട്ടില്ല, തിയോഡലൈറ്റ് യൂസ് ചെയ്തിട്ടില്ല. സോ എ ബി എന്ന് പറയുന്ന ചെയിനിൻ്റെ ആ ഒരു ഡയറക്ഷൻ ഞാൻ എന്ത് ചെയ്തു, എ ബി ബി സി എന്ന് പറയുന്ന ആ രണ്ട് ലൈനുകൾക്കിടയിലുള്ള ഡയറക്ഷൻ ഞാൻ എന്ത് ചെയ്തു, ചെയിൻ മാത്രം വെച്ചിട്ട് കണ്ടുപിടിച്ചു. ഇങ്ങനെ ഞാൻ കണ്ടുപിടിക്കുന്ന ഈ ഒരു ഡയറക്ഷൻ മെത്തേഡിനെ പറയുന്ന പേരാണെന്ത്, ചെയിൻ ആംഗിൾ. ഇങ്ങനെ കണ്ടുപിടിക്കുന്ന ഡയറക്ഷൻ മെത്തേഡിനെ പറയുന്ന പേരാണെന്ത്, ചെയിൻ ആംഗിൾ. സോ ഈ ഒരു പ്രൊസീജിയറിനെ പറയുന്ന പേരാണെന്ത്, ചെയിൻ ആംഗിൾ. ഇവിടെ ഞാൻ ചെയിൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, സോ ഇതിങ്ങനെ കണ്ടിന്യൂ ആയി പോവാ. എ ബി ബി സി സി ഡി. സോ എ ബി ബി സി സി ഡി ഇതെല്ലാം എനിക്ക് എങ്ങനെ സെറ്റ് ഔട്ട് ചെയ്യാൻ പറ്റും? ആദ്യം ഒരു എക്സ്റ്റെൻഡ് ചെയ്യുന്നു, എ ബിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. അതിലൊരു പോർഷനിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. ആ പെർപെൻഡിക്കുലർ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഞാനിവിടെ കണ്ടുപിടിക്കുന്നു. അതുപോലെ ഇനി എന്ത് ചെയ്യുക, ബി സിനെ എക്സ്റ്റെൻഡ് ചെയ്യുക, ബി സിയിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യുക, പെർപെൻഡിക്കുലർ വരയ്ക്കുക, അത് കണ്ടുപിടിക്കുക. ഇങ്ങനെ എന്ത് ചെയ്യുക, എനിക്ക് ചെയിൻ മാത്രം യൂസ് ചെയ്തുകൊണ്ട് ട്രാവേഴ്സിങ് ചെയ്ത് പോവുക. ഇതിനെ പറയുന്ന പേരാണെന്ത്, ചെയിൻ ട്രാവേഴ്സിങ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ച ചെയിൻ ട്രാവേഴ്സിങ് കഴിഞ്ഞു. രണ്ടാമത്തെ എന്തായിരുന്നു, കോമ്പസ് ട്രാവേഴ്സിങ്. കോമ്പസ് ട്രാവേഴ്സിങ്. ഓക്കെ, കോമ്പസ് ട്രാവേഴ്സിങ്. ഓക്കെ, ഇതിന് മറ്റൊരു പേരുകളുണ്ട്, അത് പഠിച്ചു വയ്ക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് ലൂസ് നീഡിൽ മെത്തേഡ്. എന്താണ് ലൂസ് നീഡിൽ മെത്തേഡ്? ലൂസ് നീഡിൽ മെത്തേഡ്, അല്ലെങ്കിൽ എന്തെന്ന് പറയുന്നതിന് മറ്റൊരു പേരാണ് ഫാസ്റ്റ് അല്ല, ഫ്രീ നീഡിൽ മെത്തേഡ്. ഫ്രീ നീഡിൽ മെത്തേഡ്. ഇതെങ്ങനെ ഓർത്തിരിക്കാൻ പറ്റും? എന്താ ഓക്കെ, ഇതല്ലേ നമ്മുടെ കോമ്പസ്. ഓക്കെ, ഈ കോമ്പസിൽ എന്തുണ്ട്, ഒരു മാഗ്നറ്റിക് നീഡിലുണ്ടല്ലേ. ഓക്കെ, ഒരു മാഗ്നറ്റിക് നീഡിലുണ്ട്. ഇതെന്താ, ഇതിങ്ങനെ ലൂസായിട്ട് കിടക്കുകയാണല്ലേ. ഇത് എങ്ങോട്ട് നമ്മൾ മൂവ് ചെയ്താലും അതിനനുസരിച്ച് ഈ സാധനം എപ്പോഴും എന്ത് ചെയ്യും, നോർത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും. നമ്മൾ ഇതിനെ എന്ത് ചെയ്യേണ്ട, ഈ നീഡിലിനെ നമ്മൾ പിടിച്ച് അഡ്ജസ്റ്റ് ചെയ്യാനൊന്നും നിൽക്കേണ്ട. കാരണം എന്താ, അതിന് ഒറ്റ കഴിവേ ഉള്ളൂ. എന്താണ് കഴിവ്? നോർത്തിലേക്ക് നോക്കി നിൽക്കുക എന്ന് പറയുന്ന കഴിവ് മാത്രമേ മാഗ്നറ്റിക് നീഡിലിനുണ്ട്. സോ അതെപ്പോഴും എന്താണ്, ലൂസായിട്ട് ഇങ്ങനെ കിടക്കും. അതായത് ഫ്രീ ആയിട്ട് കിടക്കും അല്ലേ. നമ്മളൊന്നും ചെയ്യേണ്ട, അത് ഫ്രീ ആയിട്ട് തന്നെ, നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതിന് ഫ്രീ ആയിട്ട് മാത്രമേ മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ എന്ത് ചെയ്യുക, ലൂസ് നീഡിൽ അല്ലെങ്കിൽ ഫ്രീ നീഡിൽ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് PSC ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഫ്രീ നീഡിൽ അല്ലെങ്കിൽ ലൂസ് നീഡിൽ മെത്തേഡ് എന്ന് പറയും. ഓക്കെ, ഇതിൽ ഇനി വലിയ കാര്യമൊന്നുമില്ല, കാരണം നമ്മളിതെല്ലാം പഠിച്ചിട്ടുണ്ട്. എ ബി ബി സി. ഓക്കെ, ഇതാണ് എനിക്ക് കണ്ടുപിടിക്കാനുള്ളത്. നോക്കിയേ, എനിക്ക് എന്തൊക്കെയാണ് വേണ്ട? ഫസ്റ്റ് വൺ ലെങ്ത് അല്ലേ. ലെങ്ത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക, കോമ്പസ് സർവേയെങ്കിൽ ലെങ്ത് കണ്ടുപിടിക്കാൻ ചെയിൻ അല്ലെങ്കിൽ ടേപ്പ് യൂസ് ചെയ്യുക. യൂസിങ് ചെയിൻ ഓർ ടേപ്പ് ഞാൻ എന്ത് കണ്ടുപിടിച്ചു, എ ബിൻ്റെ ലെങ്ത് കണ്ടുപിടിച്ചു. ഇനി എനിക്ക് എന്ത് വേണം, എ ബിയുടെ ഡയറക്ഷൻ വേണം. എ ബിയുടെ എന്ത് വേണം, ഡയറക്ഷൻ വേണം. കോമ്പസ് വെച്ചിട്ട് ഡയറക്ഷനിൽ എന്തൊക്കെയുണ്ട്, ബിയറിങ്ങും ഉണ്ട്, ആംഗിളും ഉണ്ട് അല്ലേ. ബിയറിംഗ് ഉണ്ട്, ആംഗിളും ഉണ്ട്. നമ്മൾ എന്താണ് കോമ്പസ് വെച്ചിട്ട് കണ്ടുപിടിക്കുന്നത്, ബിയറിംഗ് ആണ് കോമ്പസ് വെച്ചിട്ട് കണ്ടുപിടിക്കുന്നത് അല്ലേ. സോ ഞാൻ എന്ത് ചെയ്യുന്നു, ഓരോ ലൈനിൻ്റെയും ബിയറിംഗ് കണ്ടുപിടിക്കുന്നു. ഓക്കെ, മാഗ്നറ്റിക് ബിയറിംഗ് കണ്ടുപിടിക്കുന്നു. ഇതിനെക്കുറിച്ചെല്ലാം നമ്മൾ വിശദമായിട്ട് പഠിച്ചിട്ടുണ്ടല്ലേ. ഓരോ ലൈനിൻ്റെ, ഇപ്പോൾ എനിക്ക് CD എന്ന് പറയുന്ന ഒരു ലൈൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അതിൻ്റെയും മാഗ്നറ്റിക് ബിയറിംഗ് ഞാൻ കണ്ടുപിടിക്കുന്നു. ഓരോ ലെങ്തുകൾ L1 L2 L3 ഈ ലെങ്തുകളെല്ലാം ഞാൻ എന്ത് ചെയ്യുന്നു, ചെയിൻ അല്ലെങ്കിൽ ടേപ്പ് വെച്ചിട്ട് കണ്ടുപിടിച്ച് പോകും. സോ ഈ ടൈപ്പ് ട്രാവേഴ്സിങ്ങിനെ പറയുന്ന പേരാണ് എന്ത്, ലൂസ് നീഡിൽ മെത്തേഡ് അഥവാ കോമ്പസ് ട്രാവേഴ്സിങ്. ഓക്കെ, കോമ്പസ് ട്രാവേഴ്സിങ്, ചെയിൻ ആൻഡ് കോമ്പസ് ട്രാവേഴ്സിങ്. ഓക്കെ, എന്ന് വേണമെങ്കിലും പറയാം, കാരണം നമ്മൾ ചെയിൻ യൂസ് ചെയ്യുന്നുണ്ടല്ലേ. ശരി, ഇതിൻ്റെ പ്രത്യേകത എന്താണ്? നമ്മൾ എന്ത് ചെയ്യണം, അറ്റ് എവരി സ്റ്റേഷൻ, എല്ലാ സ്റ്റേഷനിലും, അറ്റ് എവരി സ്റ്റേഷൻ we have to establish magnetic meridian. ഓക്കെ, ഓരോ സ്റ്റേഷനിലും ഞാൻ എന്ത് ചെയ്യണം, മാഗ്നറ്റിക് മെറിഡിയൻ. ഏതാ എൻ്റെ മാഗ്നറ്റിക് മെറിഡിയൻ? ഈ മാഗ്നറ്റിക് മെറിഡിയൻ എസ്റ്റാബ്ലിഷ് ചെയ്താൽ മാത്രമല്ലേ എനിക്ക് മാഗ്നറ്റിക് ബിയറിംഗ് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, മാഗ്നറ്റിക് മെറിഡിയൻ എപ്പോഴും കറക്റ്റ് തരണമെന്നില്ല. കാരണം എന്താ, ലോക്കൽ അട്രാക്ഷൻ ഉണ്ടല്ലേ. സോ ഓരോ സ്ഥലത്തും എറർ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ടല്ലേ. ഓരോ സ്ഥലത്തും എറർ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. സോ ഞാൻ എന്ത് ചെയ്യുന്നു, കോമ്പസ് വെച്ചിട്ടാണ് എൻ്റെ ട്രാവേഴ്സിങ് നടത്തുന്നതെങ്കിൽ അവിടെ ചാൻസസ് ഓഫ് എറർ വിൽ ബി ഹൈ. കാരണം എന്താ, ഞാൻ ഓരോ സ്ഥലത്തും ഞാൻ മാഗ്നറ്റിക് ബിയറിംഗ് കണ്ടുപിടിക്കുന്നു. മാഗ്നറ്റിക് മെറിഡിയൻ കണ്ടുപിടിക്കാൻ ഞാൻ എന്ത് ചെയ്യണം, എൻ്റെ കോമ്പസ് അവിടെ കൊണ്ടുവയ്ക്കണം അല്ലേ. ആ സാധനത്തിന് എന്ത് ചെയ്യാം, ലോക്കലായിട്ടുള്ള ആരെങ്കിലും കയറി അട്രാക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ എറർ ഉണ്ട്. അതുകൊണ്ട് ഇതെന്താണ്, ലീസ്റ്റ് അക്യുറേറ്റ് ആണ്. ഓക്കെ, ലെസ് ആക്യുറേറ്റ് മെത്തേഡാണ്. ലെസ് ആക്യുറേറ്റ്
മെത്തേഡാണ്. ഇത്ര മാത്രം എന്ത് ചെയ്താൽ നമ്മൾ കോമ്പസ് സർവേയിങ്ങിൽ അല്ലെങ്കിൽ കോമ്പസ് ട്രാവേഴ്സിങ്ങിൽ പഠിച്ചാൽ മതി. മൂന്നാമതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഇനി തിയോഡലൈറ്റ് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ ട്രാവേഴ്സിങ് നടത്താമെന്നാണ്. അത് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ ഡീൽ ചെയ്യാം. ARC, the Gate Kochi Hub of Kerala.